വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും അത്ഭുതത്തോടു കൂടി ചോദിക്കുന്ന ഇതൊരു പ്രഗ്നൻസി ലക്ഷണമാണോ ചേച്ചി എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള 3 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ട് വീഡിയോസ് ഇതിനകം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം എന്തെല്ലാം മാറ്റങ്ങൾ പ്രഗ്നന്റ് ആകുന്ന ഒരു ലേഡിക്ക് ഉണ്ടാകും, അതുപോലെ എന്തെല്ലാം മാറ്റങ്ങൾ പ്രിമെൻസ്ട്രൽ സിംറ്റം ആയിട്ട് ഒരു ലേഡിക്ക് ഉണ്ടാകും, ഈ പ്രിമെൻസ്ട്രൽ സിംറ്റംസും ഈ പ്രഗ്നൻസി സിംറ്റംസും ഒക്കെ ഏറെക്കുറെ ശരിയല്ലേ എന്നൊക്കെയുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. പീരിയഡ്സിന്റെ ലക്ഷണങ്ങളും, അതായത് പീരിയഡ്സ് ആകാൻ പോകുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളും പ്രഗ്നൻസി ലക്ഷണങ്ങളും ഏറെക്കുറെ മാച്ച് ആയതുകൊണ്ട് പല ആളുകളും പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുമ്പോഴും പീരിയഡ്സ് ആണ് വരാൻ പോകുന്നതെന്ന് തെറ്റിദ്ധരിച്ചിട്ട് പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. എസ്പെഷ്യലി പീരിയഡ്സ് ആകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ക്രാമ്പിംഗ്, നമുക്കുണ്ടാകുന്ന യോനി വേദന, നമുക്കുണ്ടാകുന്ന ബ്രസ്റ്റിലെ വേദന, ഇതെല്ലാം തന്നെ സെയിം പ്രഗ്നൻസി സമയത്തും നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ട് പലരും പീരിയഡ്സ് വരാതെ ആകുമ്പോൾ പീരിയഡ്സ് ആവുന്ന വേദന വരുന്നു, പക്ഷേ പീരിയഡ്സ് വരുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഡോക്ടേഴ്സ് കൊടുത്തിട്ടുള്ള മെഡിസിൻ എടുക്കുന്നവരുണ്ട്. പീരിയഡ്സ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നത് കേട്ടോ. ഈ ലക്ഷണം നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ലക്ഷണം നിങ്ങൾക്കില്ലെങ്കിലും നിങ്ങൾ പ്രഗ്നന്റ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും ഫുഡ് ഹാബിറ്റും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട് ആളുകൾ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെയും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ആ പോകുന്ന ബ്ലീഡിങ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. സഡൻ ആയിട്ട് പീരിയഡ്സ് ആകുന്ന ആ ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റിൽ തന്നെ നിങ്ങൾക്ക് ബ്ലീഡിങ് വന്നു, പക്ഷേ ആ ബ്ലീഡിങ് വളരെയധികം കുറവാണ്, അതായത് ഒരു പാഡ് പോലും ചേഞ്ച് ചെയ്യേണ്ട തരത്തിലുള്ള ബ്ലീഡിങ് നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ബ്ലീഡിങ് നിന്ന് ഒരു 5 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അത് മോർണിംഗിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും ആദ്യത്തെ ഒന്നെന്ന് പറയുന്നത് ഷോൾഡർ പെയിൻ ആണ്. ഷോൾഡർ പെയിൻ പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രഗ്നന്റ് ആകുന്നതിന്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ലക്ഷണമാണ് ഈ ഷോൾഡർ പെയിൻ എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു കൈയുടെ ഷോൾഡറും പ്രഗ്നൻസിയുടെ ആ ഒരു സ്റ്റൊമക്കും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്കേജ് ഇല്ല. എന്നാൽ നേരെ മറിച്ച് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് യൂട്രസിന്റെ മസിൽസ് ഒക്കെ കോൺട്രാക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ശരീരത്തിൽ പുറപ്പെടുവിപ്പിക്കുന്ന ഹോർമോണാണ് നിങ്ങളുടെ ഓരോ ജോയിൻസിലും അതുപോലെ ഓരോ ആ ഒരു അവയവങ്ങളും ജോയിൻ ആകുന്ന ഓരോ പോർഷനിലും നിങ്ങൾക്ക് വേദന ഉണ്ടാവാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ കേട്ടോ. ജോയിൻസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആയാൽ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ യൂട്രസിന്റെ മസിൽസ് ഒക്കെ ഈസിലി എക്സ്പാൻഡ് ആവാനായിട്ട് സാധിക്കുള്ളൂ. അതങ്ങനെ ടൈറ്റ് ആയിട്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ എക്സ്പാൻഷൻ നമുക്ക് പോസിബിൾ അല്ല, കോൺട്രാക്ഷൻസ് ഉണ്ടാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പീരിയഡ്സ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിലാക്സൻ ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നത്. ഷോൾഡർ പെയിൻ കൂടുതലായിട്ട് കാണുന്നവരും ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളത്. നമ്മുടെ വാട്ടർ റിക്വയർമെന്റ്സ് ശരീരത്തിൽ കുറയുമ്പോഴേക്കും ജോയിൻസിൽ പലർക്കും വേദനകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വേദനകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും കൂടുതലും പെയിൻ കില്ലേഴ്സ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. മൂവോ വോളിനിയോ അങ്ങനെ എന്തെങ്കിലും സ്പ്രേ ശരീരത്തിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടോ ഓയിൽമെന്റ് പുരട്ടുന്നത് കൊണ്ടോ പ്രശ്നമില്ല. പക്ഷേ വേദന സംഹാരികൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തും പ്രഗ്നന്റ് ആകുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. വേദന സംഹാരികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ബ്രെയിനും റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും തമ്മിലുള്ള ഒരു ബന്ധത്തിനെ കുറച്ചു നേരത്തേക്കൊന്ന് മന്ദീഭവിപ്പിക്കുന്നതിന് കാരണമാവുന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ന്യൂട്രിയൻസ് വേണ്ടുന്ന അല്ലെങ്കിൽ എംബ്രിയോനെ നറിഷ് ചെയ്യേണ്ട സമയത്ത് ഹോർമോൺസിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ ആവുകയും പ്രഗ്നൻസി നഷ്ടമായി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരിക്കലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് മെഡിസിൻ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടാണ് മുട്ടുകാൽ വേദന. മുട്ടുകാൽ വേദനയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ തന്നെ ശരീരത്തിൽ റിലാക്സൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നത് കൊണ്ട് നമ്മുടെ ജോയിൻസ് ഒക്കെ ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഈ ഒരു മുട്ടുവേദന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശരീരത്തിൽ ഓരോ ജോയിൻസും വരുന്ന പോർഷനിൽ നമ്മുടെ ആംഗിളിന്റെ ഭാഗത്ത്, അതുപോലെ നമ്മുടെ കൈയുടെ കൈപ്പത്തിയും ആ ഒരു കൈയും തമ്മിൽ ജോയിൻ ആകുന്ന പോർഷനിലൊക്കെ നമുക്ക് വേദനകൾ പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തന്നെ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മുട്ടുവേദന നമുക്ക് ഒരുപാട് നേരം നിൽക്കുന്ന സമയത്തായിരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ ചില സ്ത്രീകളൊക്കെ വീട്ടിലിപ്പോൾ ജോലികൾ ചെയ്യുമ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ നിൽക്കാറുണ്ട്. ഇരിക്കാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ പണി തീർത്തിട്ട് എങ്ങനെയെങ്കിലും ഇരിക്കാലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു 15 മിനിറ്റ് നിൽക്കുമ്പോൾ തന്നെ മുട്ടുവേദന ഭയങ്കര അസഹനീയമായിട്ട് നമുക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ ഇരിക്കുകയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ കാല് നേരെ നിലത്ത് മുട്ടിച്ചിട്ടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ആ ഒരു പൊസിഷൻ ആണെങ്കിലും ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു കാല് നീട്ടി വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുന്നു. കുറേ നേരം കാല് നീട്ടി വെച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ.
ഈ വേദനയും ഒരുപാട് ഹെവി ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ ഡോക്ടറോട് അത് പറയണം. ചിലപ്പോൾ എന്തെങ്കിലും ന്യൂട്രീഷൻ റിക്വയർമെന്റ്സിന്റെ ഡെഫിഷ്യൻസി കൊണ്ടും നിങ്ങൾക്ക് അനുഭവപ്പെടാം. കാൽസ്യത്തിന്റെ ഡെഫിഷ്യൻസിയോ മറ്റ് വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയോ ശരീരത്തിൽ വരുമ്പോഴേക്കും ഇതുപോലുള്ള ജോയിന്റ് പെയിൻ ഒക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വേദന പ്രഗ്നൻസി ലക്ഷണമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് നേരം നിന്നിട്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രഗ്നൻസിയുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ ബോഡി ഒരു റെസ്റ്റ് നിങ്ങളുമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ശരീരത്തിന് വരുന്ന തളർച്ചയാണ് ശരീരം ഡിമാൻഡ് ചെയ്യുന്ന ആ ഒരു കാര്യം. നമുക്ക് റെസ്റ്റ് വേണമെന്ന് ശരീരം ഡിമാൻഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. ആ സമയത്ത് നിങ്ങൾ കഴിവതും റെസ്റ്റ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസിയുടെ സമയത്ത് ബെഡ് റെസ്റ്റ് എടുക്കുക കിടക്കാനായിട്ടോ ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഒരു ജോലിയും ചെയ്യേണ്ടെന്നോ ഇവിടെ ആരും പറയുന്നില്ല കേട്ടോ. പക്ഷേ ഏകദേശം നമുക്ക് ശരീരം ടയേർഡാണ് എന്ന് തോന്നുന്ന സമയത്ത് കുറച്ചു നേരം കിടക്കുകയോ കുറച്ചു നേരം ഇരിക്കുകയോ കുറച്ചു നേരം ഇപ്പോൾ ഇരുന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചു നേരം വാക്കിംഗ് ചെയ്യുകയോ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയോ നിങ്ങൾ ചെയ്യാം കേട്ടോ. അതുപോലെ വെള്ളം കുടിക്കുക മാത്രമല്ല, വെള്ളത്തിന്റെ കണ്ടന്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഈ സമ്മർ സീസണിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ആദ്യത്തേൽ പറഞ്ഞതുപോലെ തന്നെ പെയിൻ കില്ലേഴ്സ് ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് വേണ്ടുന്ന തരത്തിൽ ശരീരത്തിന് റിലാക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചു നേരം ചൂട് പിടിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനായിട്ട് സഹായിക്കും കേട്ടോ. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമുക്ക് വയറ് നീര് വീഴുന്നത് പോലുള്ള വേദനയാണ്. വയറ് നീര് വീഴുന്ന വേദന നമുക്ക് അനുഭവപ്പെടുന്നത് ഒരിക്കലും നമ്മുടെ ആ ഒരു പൊക്കിളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് ആ മുകളിലുള്ള ഭാഗത്തോ ഉള്ള വേദന അല്ല കേട്ടോ പറഞ്ഞേ. നേരെ ലോവർ അബ്ഡമന്റെ ആ ഒരു ജോയിന്റ് പോർഷൻ ഉണ്ടാവുമല്ലോ, നമ്മുടെ യോനിയുടെ ആ ഒരു ഭാഗവും നമ്മുടെ ആ ഒരു വയറും കൂട്ടിമുട്ടുന്ന ആ ഒരു പോർഷനിൽ നമുക്ക് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. പല സ്ത്രീകൾക്കും യൂറിനറി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടും ചില സ്ത്രീകൾക്ക് അതല്ലാതെ ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടും ഈ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് നിവർന്ന് എഴുന്നേക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് അനുഭവപ്പെടാം. കുറച്ചു നേരം നടക്കുമ്പോൾ നിങ്ങൾക്ക് വയറ് നീര് വീഴുന്നത് പോലെ അനുഭവപ്പെടാം. അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ, ഒരു കിലോമീറ്റർ പോലും നമ്മൾ താണ്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനു മുമ്പ് തന്നെ വയറ് നീര് വീഴുന്നത് പോലെയുള്ള വേദന അനുഭവപ്പെടുക. യൂട്രസിൽ ഒരുപാട് പ്രോസസ്സ് അവിടെ നടക്കുന്നത് കൊണ്ട് ലോവർ അബ്ഡമൻ പോർഷനും അതുപോലെ നമ്മുടെ വയറിനും ഒരുപാട് ആയാസം ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കാനായിട്ട് പാടില്ല. നമ്മളെ കൊണ്ട് ഗുണം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ വയറിൽ നീര് വീഴുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകും, വയറിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അതെല്ലാം ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ പറ്റുന്ന യാത്രകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഇംപ്ലാന്റേഷൻ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഹസ്ബൻഡിലൂടെ പുറത്തു പോകാതിരിക്കുകയോ വീടിനകത്ത് തന്നെ മുഴുവനായിട്ട് അടച്ചിട്ടിരിക്കുകയോ നിങ്ങൾ ചെയ്യേണ്ട. യാത്ര പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് യാത്ര പോവുക. ബൈക്കിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഒരുപാട് ഗട്ടർ ഉണ്ടെങ്കിൽ ആ ഗട്ടർ കഴിയുന്ന പോർഷൻ വരെ നിങ്ങൾ നടന്നിട്ട് ഹസ്ബൻഡ് വണ്ടി ഓടിച്ച് വരുന്ന രീതിക്ക് നിങ്ങൾ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബസ്സിൽ പോകുന്നവരാണെങ്കിലും ഓട്ടോറിക്ഷയിൽ പോകുന്നവരാണെങ്കിലും കഴിവതും ബസ്സിന്റെ നടുക്കലത്തെ ആ ഒരു പൊസിഷനിൽ നിങ്ങൾ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ഫ്രണ്ടിലോ ഏറ്റവും ബാക്കിലോ നമ്മൾ പോയി നിന്നതിന് ചിലപ്പോൾ നമുക്ക് കുറുക്കം കൂടുതലായിട്ട് അനുഭവപ്പെടും. അതുപോലെ ഓട്ടോറിക്ഷയിലോ ക്യാബിലോ ആണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അവരോട് കൺവേ ചെയ്യുക നിങ്ങൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. നിങ്ങൾ പ്രഗ്നന്റ് ആയിട്ടുണ്ടാവില്ല, പക്ഷേ പ്രഗ്നന്റ് ആണെന്ന് തന്നെ പറയുക. അപ്പോൾ അവർ അത്രയും കെയർ ചെയ്തിട്ട് വണ്ടി ഓടിക്കുള്ളൂ കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ മൂന്നുമാണ് പലർക്കും ഇത് പ്രഗ്നൻസി ലക്ഷണമാണോ എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള 3 പ്രഗ്നൻസി ലക്ഷണങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് കേട്ടോ സൈക്കിൾ ലെങ്ത്. അതായത് കഴിഞ്ഞ മാസം നിങ്ങൾക്ക് 2-ാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ഈ മാസം 5-ാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ 2-ാം തീയതി മുതൽ, അതായത് ഫെബ്രുവരി 2-ാം തീയതി മുതൽ മാർച്ച് 5-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് എണ്ണി കൃത്യമായിട്ട് പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് കേട്ടോ. സൈക്കിൾ ലെങ്ത് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.